യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേക രക്ഷകൻ. യേശുവേക രക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പിതാവായ ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഭൂമുഖത്തെ നവീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങളെ പുതിയ മനുഷ്യരാക്കി മാറ്റണമേ, പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ. ആത്മാവേ, വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു തരണമേ. വചനം അയച്ചുകൊണ്ട് ദൈവാത്മാവെ ഞങ്ങൾക്ക് വിടുതലും സൗഖ്യവും അനുഗ്രഹവും നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തില് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കണ്ണുനീരിൻ്റെ നാടുകളൊക്കെ ഉണ്ടാവും. മനുഷ്യ ജീവിതം അങ്ങനെയാണ്. ദുരിതങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. ഓർക്കാപ്പുറത്ത് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടികളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാം. പിന്നെ പല വിധത്തിലാണല്ലോ പലതും സംഭവിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും ആയിരിക്കത്തില്ല ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ആ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും യേശു നമ്മുടെ കൂടെയുണ്ട്. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകി. എന്തിനാ? നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാ. രക്ഷ എന്ന് പറയുന്നത് അത് ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും നമ്മുടെ ജീവിത വ്യാപാരങ്ങളുടെ എല്ലാ മേഖലയിലും രക്ഷ അവിടെ നൽകും. എല്ലാ വിധത്തിലും രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് യേശുവിനെ അയച്ചത്. ഹല്ലേലൂയ. യേശുവിൻ്റെ ശിഷ്യന്മാര് കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയ കൊടുങ്കാറ്റുയർന്നു. യേശു വള്ളത്തിലായിരുന്നു. വലിയ കൊടുങ്കാറ്റുയർന്ന് വള്ളമൊക്കെ മുങ്ങുന്ന വലിയൊരു അവസ്ഥയുണ്ടായി. അന്നേരം അവർ കാണുന്നൊരു കാഴ്ചയാണ്, വെള്ളത്തിൻ്റെ മുകളിലൂടെ യേശു നടന്നു വരുന്നു. ശിഷ്യന്മാർ ഇത് കണ്ടിട്ട് നിലവിളിച്ചു. ഭൂതമാണെന്ന് വിചാരിച്ചവർ നിലവിളിക്കുകയാണ്. യേശുവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട കനത്ത ശബ്ദം ഇങ്ങനെയായിരുന്നു, ഞാൻ ഭൂതമല്ല, ഇത് ഞാനാണ്, ഇത് ഞാനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ദൈവമാണ്. മോശയോട് പറഞ്ഞു, ഞാനാകുന്നവൻ ഞാൻ തന്നെ, ഇത് ഞാനാണ്. അത് കേട്ടപ്പോൾ എന്താ സംഭവിച്ചു? തൽക്ഷണം എല്ലാം ശാന്തമായി. ഞാൻ ദൈവമാണ്. വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന യേശു. അപ്പസ്തോലന്മാർക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വെള്ളത്തിന്റെ മുകളിൽ നടന്നു വന്ന് നിൽക്കുന്ന യേശുവിനെ ഇവർ കണ്ടിട്ട് ഇവർക്കത് വലിയൊരു അത്ഭുതമായിട്ട് മാറുകയാണ്. അത്ഭുത പരതന്ത്രരായിട്ട് അവർ പോയി. പത്രോസിനൊരാഗ്രഹം, വെള്ളത്തിന്റെ മീതെ നടക്കണം. യേശു പറഞ്ഞു, വരൂ. പത്രോസ് വെള്ളത്തിന്റെ മീതെ കാലെടുത്ത് വെച്ചു. താഴുന്നില്ല. രണ്ടു കാലം എടുത്ത് വെച്ചു. നടക്കുവാൻ തുടങ്ങി. പത്രോസിന്റെ ഉള്ളിൽ ഒരു ഭയം കിടന്നു വന്ന് കാണും. പത്രോസ് വെള്ളത്തിലേക്ക് താന്നു. യേശു ആ കൈകളിൽ മുറുകെ പിടിച്ചു. അല്പവിശ്വാസി, നീ എന്തിനാ ഭയപ്പെട്ടത്? തിരിച്ചറിയുക, രക്ഷകൻ വരും. നിന്റെ ജീവിതമാകുന്ന തോണി മുങ്ങി തുടങ്ങുമ്പോൾ അവൻ വരും. നീ ജീവിതത്തിൽ തകർന്നു താഴുമ്പോൾ നിന്റെ കൈകളിൽ പിടിച്ചുയർത്തുവാൻ രക്ഷകൻ വരും. തകർച്ചകളിൽ, തീരാ രോഗങ്ങളിൽ, പരാജയങ്ങളിൽ, നൊമ്പരങ്ങളിൽ, ഒറ്റപ്പെടലിൽ അവൻ വരും. രക്ഷകൻ നിന്റെ കൈകളിൽ പിടിച്ച് അവൻ നിന്നെ ഉയർത്തും. ഉറപ്പായത് അവൻ വരും രക്ഷിക്കുവാൻ. നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും
അവൻ വരും. ഒന്ന് വിളിക്ക്, നിലവിളിക്ക്, യേശുനാമത്തെ ഒന്ന് വിളിക്ക്. അവൻ വരും, അവൻ വന്നിരിക്കും. പത്രോസിന്റെ കൈകളിൽ പിടിച്ച് അവനെ ഉയർത്തുക, വള്ളത്തിൽ കയറി. പിന്നെ നമ്മൾ വായിക്കുന്നു, അവരെല്ലാവരും യേശുവിനെ ആരാധിച്ചു. നമുക്ക് യേശുവിനെ ആരാധിക്കാം, രക്ഷകനെ ആരാധിക്കാം. ആരാധിക്കുമ്പോൾ അവൻ വരും. ആരാധിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ, കണ്ണുനീരൊഴുക്കുമ്പോൾ അവൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 119:71 വചനങ്ങൾ. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ജീവിതത്തിലെ ദുരിതങ്ങള്, ഞെരുക്കങ്ങള്, സഹനങ്ങള്, തിരസ്കരണങ്ങള്, മനസ്സിലേറ്റ മുറിവുകള്, അവഗണനകള്, ഇതെല്ലാം എനിക്കുപകാരമായി. ഹല്ലേലൂയ. ഇതെല്ലാം നമുക്ക് ഉപകാരമായിട്ട് മാറുകയാ. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായിട്ട് മാറി. കാരണം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ പഠിച്ചു. ദുരിതങ്ങളിലൂടെ കടന്നു പോയപ്പോഴാ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടിയത്. ഒരു സഹോദരൻ എന്നോട് ഇങ്ങനെ പങ്കുവെക്കുകയാണ്. ബിസിനസ്സൊക്കെ ആയിരുന്നു, എല്ലാം പൊളിഞ്ഞു താഴ്ന്നു പോയി, കടബാധ്യതയായി. മൊത്തത്തില് വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോവുകയാണ്. 2 കോടി രൂപ കടബാധ്യത. മക്കളൊക്കെ പഠിക്കുന്നു, അങ്ങനെ വലിയ ഞെരുക്കത്തിലൂടെ പോവുക. അദ്ദേഹം പറയുകയാണ്, ഈ ബിസിനസ് തകർന്നു, കടബാധ്യതയായി. ധ്യാനം കൂടിയപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടി. കാരുണ്യവാനായ, സ്നേഹവാനായ എൻ്റെ ദൈവത്തെ, എൻ്റെ രക്ഷകനെ, യേശുവിനെ ഞാൻ കണ്ടുമുട്ടി. ആ മകൻ പറയുന്നു, ഈ കടബാധ്യത ഒരു കാര്യമില്ല. മൂത്ത മകൻ വിദേശത്ത് മെഡിസിന് പഠിക്കുന്നു, രണ്ടാമത്തെ മകൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു, ഇളയ മോള് ഹൈസ്കൂളിൽ പഠിക്കുന്നു. ആ മനുഷ്യന്റെ വാക്കുകൾ ഇതാണ്, ഞാൻ ദൈവത്തെ കണ്ടുമുട്ടി. ദുരിതങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, കയ്യിൽ ഉള്ളതൊക്കെ നഷ്ടമായപ്പോൾ, വിലയുണ്ട് എന്ന് വിചാരിച്ച് കയ്യിൽ സൂക്ഷിച്ചതൊക്കെ കൈവിട്ടുപോയപ്പോൾ, ഒരിക്കലും കൈവിടാത്തവൻ കർത്താവായ യേശു അവനെ ജീവിതത്തിലേക്ക് കിട്ടുകയാണ്. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായിട്ട് മാറി. അതുകൊണ്ട് ഞാൻ അവൻ്റെ ചട്ടങ്ങൾ അഭ്യസിച്ചു, അവൻ്റെ കൽപ്പനകൾ ഞാൻ അനുസരിക്കുവാൻ തുടങ്ങി, അവൻ്റെ വചനങ്ങൾ ഞാൻ സ്വീകരിക്കുവാൻ തുടങ്ങി. വചന വഴിയെ ഞാൻ ഒന്ന് നടന്നു തുടങ്ങി. അപ്പോഴിതാ അനുഗ്രഹം 4 ഭാഗത്തു നിന്നും എന്നിലേക്ക് വരുന്ന അതിമനോഹരമായ കാഴ്ച. ഹല്ലേലൂയ. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായിട്ട് മാറി, സഹനങ്ങൾ എനിക്ക് അനുഗ്രഹമായിട്ട് മാറി, കഷ്ടതകൾ എൻ്റെ ജീവിതത്തിലെ വലിയ ഉയർച്ചയുടെ നാളുകളായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിന് പുറപ്പെടുന്ന നിയമം ആണ് എനിക്ക് അഭികാമ്യം. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങൾ, അല്ലെ ലക്ഷക്കണക്കിന് രൂപ, എനിക്ക് അതിലും വലുത് എൻ്റെ ദൈവത്തിൻ്റെ അധരത്തിലൂടെ പുറപ്പെടുന്ന കൽപ്പനകളും വചനങ്ങളുമാണ്. ഹല്ലേലൂയ. എനിക്ക് സമ്പത്തല്ല വലുത്, സ്വർണ്ണമല്ല വലുത്, വെള്ളിയല്ല വലുത്, പ്രശസ്തി അല്ല വലുത്, ഔദ്യോഗിക സ്ഥാനങ്ങളല്ല എനിക്ക് വലുത്. എനിക്ക് വലുത് എൻ്റെ ദൈവത്തിൻ്റെ അധരങ്ങളിലൂടെ പുറപ്പെടുന്ന കൽപ്പനകളും വചനങ്ങളുമാണ് എനിക്ക് വലുത്. അതാണ് എന്നെ ആഹ്ലാദിപ്പിക്കുന്നതെന്ന് സങ്കീർത്തകൻ ഉച്ചസ്വരത്തിലാ പറയുന്നത്. ഹല്ലേലൂയ. കഷ്ടങ്ങളെല്ലാം എനിക്ക് അനുഗ്രഹത്തിൻ്റെ വഴികളായിട്ട് മാറുകയാണ്. അവിടുത്തെ കരമെനിക്ക് രൂപ നൽകി, അങ്ങയുടെ കൽപ്പനകൾ പഠിക്കാൻ എനിക്ക് അറിവ് നൽകണമേ. അവിടുത്തെ കരമെനിക്ക് രൂപം നൽകി. ജെറമിയ പറയുന്നു, അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴേ അവിടുന്ന് എന്നെ അറിഞ്ഞു. പ്രവാചകനായി അവിടുന്ന് എന്നെ തെരഞ്ഞെടുത്തു. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ എന്നെ അറിയുന്ന ദൈവം. കർത്താവിൻ്റെ കരം എന്നെ മെനഞ്ഞു.
സങ്കീർത്തനം 139:13 വചനങ്ങൾ. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഹല്ലേലൂയാ! എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെനഞ്ഞത് എൻ്റെ ദൈവമാ. അമ്മയുടെ ഉദരത്തിൽ എന്നെ മെനഞ്ഞ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് ക്ഷേമത്തിന്റെ, അനുഗ്രഹത്തിന്റെ, ഉയർച്ചയുടെ, നന്മയുടെ, അഭിവൃദ്ധിയുടെ പദ്ധതിയാ. ദൈവത്തിന്റെ പദ്ധതി ഉയർച്ചയുടെ പദ്ധതിയാ. നമുക്ക് നന്മ മാത്രം തരുന്ന പദ്ധതിയാ ദൈവത്തിന്റെ പദ്ധതി. അമ്മയുടെ ഉദരത്തിൽ നിന്നെ മെനഞ്ഞ ദൈവം നിനക്ക് വേണ്ടി മനോഹരമായൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ! ദൈവത്തിന്റെ പദ്ധതി അത് തകർച്ചയുടെ, അധപ്പതനത്തിന്റെ, പരാജയത്തിന്റെ, നാശത്തിന്റെ, തോൽവിയുടെ, തകർച്ചയുടെ, ഒന്നുമില്ലായ്മയുടെ പദ്ധതി അല്ല. ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതി അത് വലിയ ഉയർച്ചയുടെ പദ്ധതി തന്നെയാണ്. ഹല്ലേലൂയ! അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിന്നെ മെനഞ്ഞ ദൈവം, ആ ദൈവം നിന്നെ ഉള്ള കയ്യില് പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായിട്ട് സൃഷ്ടിച്ചു. അങ്ങനെ വിസ്മയനീയമായിട്ട് സൃഷ്ടിച്ചു. ഞാൻ ഈ ഭൂമിയിൽ പിറന്നു, ഒരു കുഴപ്പമില്ലല്ലേ? കണ്ണിന് കാഴ്ചയുണ്ട്, ചെവിക്ക് കേൾവിയുണ്ട്, സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, ബുദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്. വിസ്മയനീയമായിട്ട് അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു. ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. എത്രയോ കുഞ്ഞുങ്ങളാ, വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടുമുട്ടുന്നല്ലേ? അവിടെയാണ് ദൈവത്തിന്റെ സ്നേഹം. നമ്മൾ അവരെ, ആ കുഞ്ഞുങ്ങളെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന ദൈവം ഒരു കുറവില്ലാതെയല്ല ഈ ഭൂമിയിലേക്ക് നമ്മളെ സൃഷ്ടിച്ച് അയച്ചത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിന്നെ മെനഞ്ഞ ദൈവം കർത്താവിൻ്റെ കരത്താല നീ മെനയപ്പെട്ടത്. ഹല്ലേലൂയ! നിനക്ക് രൂപം നൽകിയത് കർത്താവാണ്. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. സങ്കീർത്തനം 139:15 ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങയ്ക്ക് അജ്ഞാതമായിരുന്നില്ല. കർത്താവാണ് എനിക്ക് രൂപം നൽകിയത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് രൂപപ്പെടുത്തിയതും മെനഞ്ഞതും ആ സൗന്ദര്യം നൽകിയതും എല്ലാം ദൈവമാണ്. ഞാൻ ഓർക്കുന്നു, ഈ ഏതാനും നാൾ മുമ്പ് ഒരമ്മ എന്നെ ഫോണിൽ വിളിച്ചു. വിദേശത്തു നിന്നാണ് വിളിച്ചത്. അവരുടെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് വൈകല്യമുള്ള കുഞ്ഞാണ്, മന്ദബുദ്ധിയായിട്ടുള്ള കുഞ്ഞാണ്, ഡൗൺ സിൻഡ്രോം ബാധിച്ച കുഞ്ഞാണ്. ഇവിടെ ഡോക്ടർ പറയുന്നത് അബോർഷൻ ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചതാണ്. കാനഡയിൽ നിന്നാണ് വിളിച്ചത്. ഞാൻ ടെലിഫോണിലൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ആ സഹോദരിക്ക് വേണ്ടി, അവരുടെ ഗർഭത്തിലുള്ള കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഡോക്ടേഴ്സിന്റെ മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ കുഞ്ഞ് ഡൗൺ സിൻഡ്രോം ഉള്ള വൈകല്യമുള്ള കുട്ടിയായിരിക്കും. ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ ഒന്നും വിഷമിക്കണ്ട, ജപമാല ചൊല്ലി മാതാവിന് മധ്യസ്ഥം പ്രാർത്ഥിക്കുക, മാതാവിന്റെ സ്തോത്രഗീതം ഒന്ന് വായിക്കുക, വചനം വായിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. ഞാൻ പറഞ്ഞു, മറ്റൊന്നും വായിക്കണ്ട, TV കാണാൻ ഒന്നിനും പോകണ്ട, വചനം മാത്രം വായിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. അത്ഭുതം കർത്താവ് ചെയ്തു. ആ കുഞ്ഞിനെ അവർ അബോർഷൻ ചെയ്യാനായിട്ട് തയ്യാറായില്ല. ആ കുഞ്ഞ് പിറന്നു വീണപ്പോൾ മിടുമിടുക്കൻ ഒരു ആൺകുട്ടി, ഡൗൺ സിൻഡ്രോം ഇല്ല, മന്ദബുദ്ധിയല്ല, വൈകല്യങ്ങളില്ല, മിടുമിടുക്കൻ ഒരു കുഞ്ഞിനെ കർത്താവ് കൊടുക്കുകയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഒരു കുഞ്ഞിനെ മെനയുന്നത് ദൈവമാണ്. അതുകൊണ്ട് വൈദ്യശാസ്ത്രം പറയുന്നത് മുഴുവൻ കണ്ണടച്ച് വിശ്വസിക്കാൻ വരട്ടെ. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, അവനിൽ പ്രത്യാശ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. 139:16 എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. ഞാൻ ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നതും വലുതാകുന്നതും ഒക്കെ എല്ലാം ദൈവത്തിനറിയാം. എന്നെ പൂർണ്ണമായിട്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് കണ്ട, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് കണ്ട ഒറ്റ ഒരാളേ ഉള്ളൂ, ദൈവം. നീ എന്തായിരിക്കുന്നുവോ ആ അവസ്ഥയില്
നിന്നെ കണ്ടിട്ടുള്ള ഒറ്റ ഒരാളേ ഉള്ളൂ, അത് ദൈവമാ. നിന്റെ മെനഞ്ഞെടുത്ത ദൈവം നിന്നെ കണ്ടു. നീ ആരാണ്, നിന്റെ ഹൃദയത്തിലുള്ള എന്താണ്, കൃത്യമായിട്ട് ദൈവത്തിനറിയാം. അവിടുത്തെ മറയ്ക്കാൻ ആർക്കും ആവത്തില്ല. ഹല്ലേലൂയ. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. നിനക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ, അതൊക്കെ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. നീ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള പൂർണ്ണമായ കാര്യങ്ങൾ അറിയാവുന്നത് നിന്നെ കരുതുന്ന ദൈവം മാത്രമാണ്. ഹല്ലേലൂയ. നിന്നെ മെനഞ്ഞ ദൈവം, അവൻ നിന്നെ കരുതും, നിന്നെ കൈവിടത്തില്ല. നിന്നെ മെനഞ്ഞ ദൈവം നിന്റെ മനസ്സിന്റെ നൊമ്പരങ്ങൾ കാണുന്നുണ്ട്. നിന്നെ മെനഞ്ഞ ദൈവം നിന്റെ മനസ്സിന്റെ മുറിവുകൾ കാണുന്നുണ്ട്, നിന്റെ കണ്ണുനീര് കാണുന്നുണ്ട്, നിന്റെ വേദനകളും യാതനകളും കഷ്ടതകളും തകർച്ചകളും ഒക്കെ അവിടുന്ന് കാണുന്നുണ്ട്. ഉപേക്ഷിക്കത്തില്ല. ഉപേക്ഷിക്കാൻ അവിടുത്തേക്ക് കഴിയില്ല. നീ ദൈവത്തിൻ്റെ പ്രിയ മകനാണ്, മകളാണ്. അങ്ങയുടെ ഭക്തർ എന്നെ കണ്ട് സന്തോഷിക്കും. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ വചനത്തിൽ പ്രത്യാശ അർപ്പിച്ചു. കർത്താവിൻ്റെ വചനത്തിൽ പ്രത്യാശ അർപ്പിച്ച് കഷ്ടതയുടെ നാളിൽ നമുക്ക് മുൻപോട്ട് പോകാം. സംഗീതത്തിൽ 119:75 പറയുന്നു, കർത്താവേ, അങ്ങയുടെ വിധികൾ ന്യായയുക്തമാണ്, വിശ്വസ്തത മൂലമാണ് അവിടുന്ന് എന്നെ കഷ്ടപ്പെടുത്തിയതെന്ന് ഞാൻ അറിയുന്നു. അങ്ങയുടെ വിധികളെല്ലാം ന്യായയുക്തമാണ്. അവിടുത്തെ വിശ്വസ്തത മൂലമാണ് എന്നെ കഷ്ടപ്പെടുത്തിയതെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തില് കഷ്ടപ്പാടുകൾ ഉണ്ടാവും. ഈ കഷ്ടപ്പാടുകൾ ദൈവം അനുവദിക്കുന്നതാ നിന്റെ നന്മയ്ക്ക് വേണ്ടി, നിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കർത്താവ് അനുവദിക്കുന്നതാണ്. ഉണ്ടോ? എന്നെ കഷ്ടപ്പെടുത്തിയതെന്ന് ഞാൻ അറിയുന്നു. അവിടുത്തെ വിശ്വസ്തത, ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ഭാഗമാണ് നിന്റെ ജീവിതത്തിലെ കഷ്ടതകൾ. നിന്റെ കഷ്ടത മുഴുവൻ കർത്താവ് കാണുന്നു, അറിയുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കഷ്ടതയുടെ നാളുകളിൽ കർത്താവ് കൂടെയുണ്ട്. ഈ ദാസന് അങ്ങ് നൽകിയ വാഗ്ദാനം അനുസരിച്ച് അങ്ങയുടെ കാരുണ്യം എന്നെ ആശ്വസിപ്പിക്കട്ടെ. ഞാൻ ജീവിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. അവിടുന്ന് കാരുണ്യവാനാ. അവിടുത്തെ കാരുണ്യം മനുഷ്യമക്കളുടെ മേൽ നിരന്തരം ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടുത്തെ കരുണയ്ക്കൊരു അവസാനമില്ല. അനന്തമായ കരുണയാണ് ദൈവം, അനന്തമായ സ്നേഹമാണ് ദൈവം, അനന്തമായ ദയാണ് ദൈവം. അനന്തമായ സ്നേഹത്തിൻ്റെ കരുണയുടെ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് പിറന്നു. അവനാണ് എമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ, യേശു. ഹല്ലേലൂയ. അങ്ങയുടെ ഭക്തർ എന്നിലേക്ക് തിരിയട്ടെ, അങ്ങനെ അവർ അങ്ങയുടെ കൽപ്പനകൾ അറിയട്ടെ. 119:80 ഇങ്ങനെ പറയുന്നു, ഞാൻ ലജ്ജിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ കുറ്റമറ്റതായിരിക്കട്ടെ. ഞാൻ ലജ്ജിക്കാതിരിക്കേണ്ടതിന് അങ്ങയുടെ ചട്ടങ്ങൾ കുറ്റമറ്റ വിധം ഞാൻ പാലിക്കും. നമ്മൾ തീരുമാനമെടുക്കണം. കർത്താവിൻ്റെ വചനങ്ങള്, കർത്താവിൻ്റെ കൽപ്പനകള് കുറ്റമറ്റ വിധം പാലിക്കാൻ നമുക്കൊരു തീരുമാനമെടുക്കണം. നീ ലജ്ജിക്കുവാൻ കർത്താവ് ഇടവരുത്തത്തില്ല. സങ്കീർത്തനം 31:1, കർത്താവേ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു, ലജ്ജിക്കാൻ എനിക്കിടവരുത്തരുതേ, നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ. ലജ്ജിക്കാൻ എനിക്കിടവരുത്തരുതേ, നീതിമാനായ ദൈവമേ എന്നെ രക്ഷിക്കണമേ. എൻ്റെ നിലവിളി ഇതാ ദൈവസന്നിധിയിലെത്തിയിരിക്കുന്നു. നീതിമാനായ ദൈവം, കാരുണ്യവാനായ ദൈവം ലജ്ജിക്കാൻ എന്നെ അനുവദിക്കത്തില്ല. നമ്മൾ കർത്താവിൻ്റെ മക്കളാ. ലജ്ജിക്കാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. നീ തകർന്നു വീണെടുത്ത് കർത്താവ് നിന്നെ മാനിക്കാൻ ഇടയാക്കുന്ന വണ്ണം ഉയർത്തും. ലജ്ജിക്കാൻ നിനക്ക് ഇടവരത്തില്ല. കഷ്ടതകൾ അനുഗ്രഹമായിട്ട് മാറും. കഷ്ടത തീരും. നല്ല നാളുകൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഉറപ്പാണ്.
നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. യേശുവേ സ്തോത്രം. നന്ദി പറയുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങ് വരണമേ. കഷ്ടതയുടെ നാളുകളിൽ അങ്ങനെ കൈപിടിച്ചു നടത്തണമേ. കർത്താവേ, ഒരിക്കലും ലജ്ജിക്കാൻ അങ്ങയുടെ ദാസന് ഇടവരുത്തരുതേ. ആമേൻ. സൗഖ്യത്തിന് സാക്ഷ്യം കേൾക്കാം. മോൻസെ കർത്താവ് തൊട്ടതും മെൽബിക്ക് വേണ്ടിയാണ് കർത്താവ് ക്രിയേറ്റീവായിട്ടുള്ള ഒരു അത്ഭുതം ചെയ്ത് നമുക്ക് കേൾക്കാം. എൻ്റെ പേര് മോൻസി എന്നാണ്. ഞാൻ മുട്ടാറ് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുമായിരുന്നു, ദുബൈയിൽ ജോലി ചെയ്യുമായിരുന്നു. ആ സമയത്ത് എൻ്റെ വിവാഹമൊക്കെ നിശ്ചയിച്ച് ഞാൻ നാട്ടിൽ വന്നു. എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം ഞാൻ ബൈക്കുമായിട്ട് ചങ്ങനാശ്ശേരിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ മനക്കച്ചിറ എന്ന സ്ഥലത്ത് വെച്ച് എൻ്റെ ബൈക്ക് ഒരു മിനി ബസ്സുമായിട്ട് ഇടിക്കുകയും എൻ്റെ തലയിൽ 3 പൊട്ടലുണ്ടായി, ഇൻറ്റേർണൽ ഇഞ്ചുറി. അങ്ങനെ എനിക്ക് ബോധമില്ലാതായി. ഏകദേശം 3 മാസത്തോളം ഞാൻ ബോധമില്ലാതെ കിടക്കുകയുണ്ടായി. വൈക്കത്ത് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലാണ് എന്നെ ചികിത്സിച്ചത്. അതിനുശേഷം എനിക്ക് ബോധമൊക്കെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മണമോ രുചിയോ തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയിരുന്നു. മണമോ അറിയില്ല, ഒരു ടേസ്റ്റും അറിയില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് സഹോബ്രദറിൻ്റെ ധ്യാനം 2009 എൻ്റെ ഇടവപ്പള്ളിയായ സെൻറ് തോമസ് പള്ളി വെച്ച് നടത്തുകയുണ്ടായി. ആ ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു. ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസം സഹോബ്രദർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കർത്താവ് എന്നെ തൊട്ടു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ ശരീരത്തിലൂടെ ഷോക്ക് അടിക്കുന്നത് പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. അതിനുശേഷം സഹോദരർ പറഞ്ഞു, മോൻ്റെ അസ്വസ്ഥതകളൊക്കെ ദൈവം എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. വീട്ടിൽ എനിക്ക് അമ്മ ചായ കുടിക്കാൻ തന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ അസുഖങ്ങളൊക്കെ മാറിയെന്ന് മനസ്സിലായി. കാരണം എനിക്ക് മണം അറിയാൻ പറ്റി. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ മധുരവും ടേസ്റ്റും ഒക്കെ നല്ല കൃത്യമായിട്ട് അറിയാൻ പറ്റി. അങ്ങനെ യേശു എന്നെ തൊട്ടു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് മെൽബി. ഞാൻ ഇപ്പോൾ സൗദി ജോലി ചെയ്യുന്നു. എനിക്ക് 2007 ഒരു ഭയങ്കരമായ വയറുവേദന വന്നു. വയറുവേദനയെ തുടർന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ നേഴ്സിങ്ങിന് ആയിട്ട്. വയറുവേദനയെ തുടർന്ന് അവിടുത്തെ ഞങ്ങൾ പഠിക്കുന്ന തന്നെ ഹോസ്പിറ്റലിൽ ചെന്നു. അന്നേരം അവർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു എന്തോ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആണെന്ന് പറഞ്ഞു. അവർക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായില്ലായിരുന്നു. പിന്നെ എമർജൻസി ആയിട്ട് എന്നെ സർജറിക്ക് എടുത്തു. അപ്പോൾ എൻ്റെ ഒരു ഓവറിയിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. ആ സിസ്റ്റ് പൊട്ടി അകത്തേക്ക് ബ്ലീഡിംഗ് ആയിരുന്നു. അപ്പം എമർജൻസി ആയിട്ട് സർജറി ചെയ്തു. സർജറി ചെയ്തപ്പോൾ അവർക്ക് പക്ഷേ എൻ്റെ ഓവറി ഒരെണ്ണം പ്രിസർവ് ചെയ്യാൻ വെച്ചാൽ അവിടെ മൊത്തത്തോടെ റിമൂവ് ചെയ്യേണ്ടി വന്നു. അതായിട്ട് അവിടെ വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ ഒരു ഓവറി അന്നേരം എനിക്ക് ഓപ്പറേഷനിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന് മുമ്പ് തന്നെ ഞാനിവിടെ സാബുബദറിൻ്റെ ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ സാബുബദർ എൻ്റെ ഇങ്ങനെ കാണാൻ വേണ്ടി എല്ലാവരും പോയപ്പോൾ ഞാനും പോയി. പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ സാബുബദറിനോട് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ സാബുബദർ പറഞ്ഞു, മോൾ എന്താഗ്രഹിക്കുന്നു അത് നിനക്ക് കിട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കരമായ അസ്വസ്ഥതകളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി. അപ്പം എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി. എല്ലാ മാസവും ഞാൻ 6 മാസം കൂടുമ്പോഴും ഞാൻ ഓരോ സ്കാൻ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. കാരണം അടുത്ത ഓവറിക്കും ചിലപ്പോൾ ഇത് വരാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു. എന്നിട്ട് സ്കാൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സ്കാനിൽ അവർ പറഞ്ഞു, ഞാനിങ്ങനെ അവരോട് പറഞ്ഞില്ല ഓവർ റിമൂവ് ചെയ്താന്ന് പറഞ്ഞില്ല. പക്ഷേ റിപ്പീറ്റ് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, 2 ഓവറിയും നോർമലാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പക്ഷേ വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ അന്നേരം ഓർത്തുനിന്ന് ചിലപ്പോൾ ഇവർക്ക് തെറ്റി പറ്റിയതായിരിക്കും എന്ന് വിചാരിച്ച് അടുത്ത വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെയും പോയി ടെസ്റ്റ് ചെയ്തു. അന്നേരം ആ സമയത്തും അവരും പറഞ്ഞു 2 ഓവറിയും നോർമൽ എന്ന് പറഞ്ഞ് എനിക്ക് റിസൾട്ട് വന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബ്രദറിനോട് പറഞ്ഞു സാക്ഷ്യം. അപ്പോൾ ബ്രദർ പറഞ്ഞു ഇപ്പം സാക്ഷ്യം പറയണ്ട, പിന്നെ നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളെല്ലാം മാറി. പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് പിള്ളേരുണ്ടാകാൻ ഇച്ചിരി പാടായിരുന്നു. പക്ഷേ സാബുബദർ പറഞ്ഞിരുന്നു ഉറപ്പായി നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമെന്ന് പറഞ്ഞിരുന്നു. 6 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ ഈ കുഞ്ഞ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.